ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് കളിക്കുന്ന ഗെയിം നിങ്ങൾക്ക് അറിയായിരിക്കും, ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ കയറിയിരിക്കുന്നത്? അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, നമ്മൾ എന്താണ് ഒരു സ്പൈഡർമാനൊക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ വീഡിയോ അവിടെ സെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സ്പൈഡർമാൻ്റെ കഴിവ് പോയോ? ഓ മൈ ഗോഡ്, നമ്മുടെ സ്പൈഡർമാൻ ഇപ്പോൾ നമ്മൾ സ്പൈഡർമാൻ അല്ല. അതുപോലെ നമ്മളിവിടെ കിടന്ന വണ്ടിയും കാണുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു സ്മോൾ ബൈക്ക് സ്പോൺ ചെയ്യട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് ബൈക്കൊന്നും കിട്ടാത്തൊരു കാറ് സ്പോൺ ചെയ്ത് G-Wagon-ആണിത്. അപ്പോൾ നമുക്കിതെടുത്തോണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് പോവാം. എന്തെങ്കിലും മിഷൻ കിട്ടുമെന്ന് നോക്കാമല്ലോ. ഇപ്പോൾ കുറേ നാളുടെ മിഷൻസ് ഒന്നും കിട്ടുന്നില്ല, അതാണ് കുഴപ്പം. അതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോകും. പിന്നെ വീഡിയോ ആണെന്ന് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, പ്ലീസ്. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യട്ടെ. ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സാർ, എന്തെങ്കിലും മിഷൻ ഇവിടെ ഉണ്ടോ സാർ? ഇല്ലല്ലോ, ഇപ്പോൾ ഒരു മിഷൻസും കറൻ്റ്ലി അവൈലബിൾ അല്ല സാർ. എനിക്കിപ്പോൾ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു മിഷൻ്റെ. നീ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂട്ടുകാരനില്ലേ, അവൻ്റെ കയ്യിൽ ചിലപ്പോൾ മിഷൻ കാണും, അവനെ പോയി കാണും. ശരി സാർ, എങ്കിൽ ഞാൻ അവനെ പോയി കാണാം സാർ. അപ്പോൾ ഈ പോലീസുകാരൻ പറയുന്നത് നമുക്ക് മിഷൻസ് ഒന്നും ഇപ്പം തരാനില്ല, പകരം നമ്മുടെ കൂട്ടുകാരനില്ലേ അയാളെ പോയി കാണാനാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വണ്ടി സ്പോൺ ചെയ്ത് പഠിച്ചു. ഇതെന്ന് പറഞ്ഞാൽ കോബ്ര ബൈക്കാണ് കേട്ടോ. ഇത് വലിയ രസമില്ല, വല്ലാത്ത കൺട്രോളൊന്നും നല്ല രസമില്ല. കൺട്രോളിങ് ഒക്കെ നല്ല പാടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വണ്ടി ഓടിച്ചാൽ മതി. അതാണ്ട നിൽക്കുന്നത് എൻ്റെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. ഇപ്പം തന്നെ വണ്ടി ഇവിടെ വന്നു. ഇത് ഒരു കൂട്ടുകാരനാണ് നമുക്ക് കുറേ കൂട്ടുകാരന്മാരുണ്ട്. നീ പോലീസുകാരൻ പറഞ്ഞെന്തോ മിഷൻ നിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ. ആടാ, എനിക്കൊരു മിഷൻ നിനക്ക് തരാനുണ്ട്, പക്ഷേ നീ അതിന് വേണ്ടി ഒരു കാര്യം ചെയ്യണം. അതെന്താടാ, എന്തുവാ കുഴപ്പം? നീ ഒരു ഓട്ടോ ഡ്രൈവർ ആവ്, അപ്പം നിനക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടും. ഓട്ടോ ഒക്കെ എൻ്റെ ഗ്യാരേജിൻ്റെ മേലുണ്ട്. ശരിടാ എന്നാൽ. അപ്പോൾ ഇവൻ പറയുന്നത് എന്തോ ഓട്ടോ ഡ്രൈവർ എന്തോ ആവാനെങ്ങാണ്ടാണ്. നമ്മുടെ സ്പൈഡർമാനായിട്ട് ഈ സിറ്റിയൊക്കെ രക്ഷിക്കാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ അത് നടക്കത്തില്ല. അയ്യോ വേണ്ട, നമുക്ക് ആ ബുഗാട്ടി അങ്ങ് എടുക്കാം. കാരണം നമ്മുടെ ഈ ബൈക്ക് കൊണ്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ബാക്കിൽ കിടക്കുന്ന ബുഗാട്ടി അങ്ങ് എടുക്കാം. ഞാൻ മറന്നുപോയി ബുഗാട്ടിയുടെ ചീറ്റ് കോഡ്. അതുകൊണ്ട് ഈ ബുഗാട്ടി അങ്ങ് എടുക്കാം നമുക്ക്. ഓക്കെ അപ്പോൾ ഞാൻ ഈ ബുഗാട്ടി അങ്ങ് മോഷ്ടിച്ചു. ഓക്കെ, നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. എവിടെയാണ്? നമ്മുടെ ഗ്യാരേജിൽ, നമ്മുടെ കൂട്ടുകാരൻ്റെ ഗ്യാരേജിൽ. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കൂട്ടുകാരൻ്റെ ഗ്യാരേജിലൊന്ന് കയറട്ടെ. ഫ്രണ്ട്സ്, ഒരു കുഴപ്പം പറ്റി. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒന്ന് ഇടിച്ചു, അതുകൊണ്ട് ഈ വണ്ടിക്ക് പുക പിടിച്ചത്. നമ്മുടെ കൂട്ടുകാരൻ്റെ ഗ്യാരേജ് ഇവിടെയാണ്. കൂട്ടുകാരൻ 3 ഓട്ടോറിക്ഷ നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന ഓട്ടോറിക്ഷയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കാം. ആദ്യത്തെ ഓട്ടോറിക്ഷ ഓടിക്കാം. ഇതെല്ലാം പഴയ ഓട്ടോറിക്ഷയാണല്ലോ, കുഴപ്പമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ മതി. അപ്പം നമുക്ക് ആദ്യം പാസഞ്ചറിനെ പിക്ക് ചെയ്യണമല്ലോ. ഓട്ടോറിക്ഷ നിങ്ങളെല്ലാവരും കയറിയിട്ടുണ്ടായിരിക്കും. ഓട്ടോയിലെല്ലാവരും കയറിയിട്ടുണ്ടായിരിക്കും. ആ വണ്ടി അവിടെ കിടക്കട്ടെ. അപ്പോൾ ഓട്ടോറിക്ഷ എങ്ങനെയാണ്? ആദ്യം ആൾക്കാരുള്ള സ്ഥലത്ത് വേണ്ടി നമുക്ക് നിർത്തിയിടാം. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് എവിടെയെങ്കിലും കയറാനുണ്ടോ എന്ന് ചോദിക്കാം. ചേട്ടാ, എവിടെയെങ്കിലും കയറാനുണ്ടോ? നിർത്ത്, എനിക്ക് അപ്പുറത്തെ അവിടെ വരുന്ന പോകണം. എവിടെയാണ് ചേട്ടാ? റെയിൽവേ സ്റ്റേഷൻ. ശരി ചേട്ടാ, ശരി കയറിക്കോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആ ചേട്ടനെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇച്ചിരി എന്താണ് ഇപ്പോൾ എൻ്റെ വണ്ടി ഇടിച്ചേനെ, പക്ഷെ ഇടിച്ചില്ല. ആ ചേട്ടൻ കയറി. ആ ചേട്ടനെ ഇനി നമുക്ക് ഇറക്കി വിടാം. റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്നല്ലേ പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് പോകണം. എന്നിട്ട് അടുത്ത ഓട്ടോ എടുക്കണം. നല്ല രൂപ കിട്ടിയാണെങ്കിൽ നമുക്ക് എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? നോക്കി ഓടിക്കൂ. കുഴപ്പമില്ല ചേട്ടാ, നിങ്ങൾക്കൊന്നും പറ്റത്തില്ല, ഞാൻ പെട്ടെന്ന് കൊണ്ടെത്തിക്കാം. അപ്പോൾ നമ്മൾ ഇടിച്ചൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഈ ചേട്ടന് ദേഷ്യം വരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വേഗം കൊണ്ടാക്കും ഈ ചേട്ടനെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എത്തി. ഇതാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ചേട്ടാ, മൈ ഗോഡ്, ഇടിച്ചനെ. ചേട്ടാ ഇറങ്ങിക്കോ ചേട്ടാ. ഇറങ്ങാം. നിനക്ക് എത്ര രൂപ വേണം? ഒരു 100 രൂപ കിട്ടിയാൽ വളരെ സന്തോഷം. 100? അതൊന്നും തരത്തില്ല, 50 തരാം. 50? എങ്കിൽ ശരി, 50 എങ്കിൽ തരാം. 50 തന്നു ചേട്ടാ.
ഫ്രണ്ട്സ് നമ്മൾ ഇവിടം വരെ കൊണ്ടാക്കിയെങ്കിലും 50 രൂപയെ നമുക്ക് തന്നുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് പോവാം വീട്ടിൽ ഇനി അടുത്ത ആളെ പിക്കപ്പ് ചെയ്യണം. ഇവിടെ ഒരു ചേച്ചിയുണ്ട്. മാഡം കയറിക്കോളൂ. മാഡത്തിന് എവിടെയെങ്കിലും പോകണോ? അതെ എനിക്ക് പോകണം. എന്നെ ആ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ഇറക്കുമോ? ശരി മാഡം കയറിക്കോ. ഓക്കെ, ഞാൻ ആ മാഡത്തിനെ ഒന്ന് കയറ്റട്ടെ. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ആ മാഡത്തിനെയും കയറ്റിയിട്ടുണ്ട്. ആ മാഡത്തിന് എവിടെയാണ്? പോലീസ് സ്റ്റേഷനിലോട്ടെങ്ങാണ്ടാണ് പോകേണ്ടത്. നമുക്കപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇറക്കാം. പോലീസ് സ്റ്റേഷൻ അറിയാമല്ലോ, തൊട്ടടുത്തെങ്ങാണ്ടാണ്. അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക കേട്ടോ. എല്ലാവരും ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ആ മാഡത്തിനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയിട്ട് ഇവിടെ ഓട്ടത്തിന് വേണ്ടി നിൽക്കുമായിരുന്നു. ഇപ്പോൾ ആരും ഓട്ടോയിൽ കയറുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി ജസ്റ്റ് വെയിറ്റ് ചെയ്യും. നമുക്കൊരു ജസ്റ്റ് ഒരു ഈ ബാഗ് വേണ്ടി, ഈ ബാഗ് ഓക്കെ ഇതിട്ടേക്കാം. എന്നിട്ട് ആരെങ്കിലും വരുന്നോന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഇട്ടാൽ ആരും കയറത്തില്ല, കാരണം ഈ എയർപോർട്ടിൽ ആരും വരാറില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോകാമെന്ന്. കാരണം ഈ എയർപോർട്ടിൽ ആരും കയറിയേ വരികയൊന്നും ചെയ്യത്തില്ല. ഇവിടെ ആർക്കെങ്കിലും ഓട്ടം വേണോ? അവിടെ ചേട്ടനുണ്ട്. ഇവിടെ ഒരു ചേട്ടനും ഇല്ലല്ലോ. നമ്മുടെ കോബ്ര ബൈക്ക് ഇടിക്കാതെ അവർ വളഞ്ഞു പോന്നു. അതാണ്. ഇടിക്കല്ലേ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തി നോക്കാം. ഇപ്പോൾ 2 പോലീസായല്ലോ. സാറേ, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണോ? പോണോടോ. നീ എന്നെ എൻ്റെ വീട് വരെ കൊണ്ടാക്കുമോ? സാറിൻ്റെ വീട് എവിടെ സാർ? മറ്റേ വില്ലയില്ലേ, ആ വില്ലാസിലാണ് എൻ്റെ വീട്. എന്നെ ഒന്ന് കൊണ്ടാക്കുമോ? ശരി സാർ, കയറിക്കോ. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ആ പോലീസുകാരനെ കയറ്റി. അപ്പോൾ അടിക്കാതൊക്കെ പോകണം. കാരണം ഇങ്ങനെ ഇടിച്ച് പൊട്ടിച്ച് പോയാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. കാരണം പോലീസുകാർ നമ്മളെ പിടിക്കും. അപ്പോൾ ഈ വഴിയല്ല വഴി തെറ്റിപ്പോയി. മൈ ഗോഡ്, എന്താണ് നിങ്ങളെന്താണ് ഇങ്ങനെ ഓടിക്കുന്നത്? സോറി സാർ, ഞാനിപ്പോൾ ഓടിച്ച് തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ടാണ്. എനിക്ക് വേഗം പോകണം. ശരി സാർ, ഇപ്പം കൊണ്ടാക്കാം. പോലീസുകാരിപ്പോൾ പിടിച്ചതിന് കുഴപ്പമില്ല. നമുക്ക് ലൈസൻസൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഓടിക്കാനൊന്നും നന്നായിട്ട് അറിഞ്ഞുകൂടാ. ഓക്കെ, വേഗം കൊണ്ടുപോയി വിടാം. നമുക്ക് ആ വില്ലാസ് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക്. അവിടെയാണ് പോലീസുകാരുടെ വീട്. ഓക്കെ ഫ്രണ്ട്സ്, ഇടിച്ച് പൊളിക്കുന്നുണ്ട്. ജസ്റ്റോ, നിങ്ങൾ ഇങ്ങനെ ഓടിച്ചാൽ ഞാൻ നിങ്ങളുടെ പേരിൽ കംപ്ലൈൻറ്റ് എഴുതും. സോറി. നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. ജസ്റ്റോ, തന്നെ ഇറക്കണം. മൈ ഗോഡ്, ഇയാളെന്താണ് ഇങ്ങനെ ഓടിക്കുന്നത്? സാർ, ഞാൻ ഇറക്കാം. ബ്രേക്ക് കിട്ടുന്നില്ലല്ലോ വണ്ടിക്ക്. ഫ്രണ്ട്സ്, ബ്രേക്ക് ഇല്ലല്ലോ. മൈ ഗോഡ്. എല്ലാം തീർന്നു. നമ്മളൊരാളെ ഇടിച്ചിട്ടു. എന്നെ ഇവിടെ ഇറക്കണം. നമ്മൾ കുടുങ്ങി. ഞാൻ ഇറക്കൂ. അവിടെ ഒരാൾ നിങ്ങളെ കൊന്നു. നിങ്ങളെ ഞാൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും. കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്നെ. നിങ്ങളുടെ തോക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേഗം ഇയാളെ എവിടെയെങ്കിലും ഇറക്കി വിടണം. നിങ്ങളുടെ വീട് എവിടെയാണ് സാർ? എൻ്റെ വീട് അതാണ്. എല്ലാ വീടും ഞാൻ ഇറക്കി വിടുമോ? മൈ ഗോഡ്. ഇറങ്ങിക്കോളൂ സാർ, ഇറങ്ങിക്കോ. മൈ ഗോഡ്, ഇതെന്താടേ? എന്തോ പറ്റി, നമ്മുടെ ഓട്ടോയ്ക്ക് ഇപ്പോൾ ഫുള്ള് കുഴപ്പമായി. ആ സാറ് നമുക്ക് വേണ്ടി ഫൈൻ എഴുതിയിട്ടുണ്ട്. അതാണെങ്കിൽ 1000 റുപ്പീസാണ്. നമ്മളിവിടെ കുറേ ഇടിച്ച് പൊട്ടിച്ച് 2 പേരെ ഇപ്പോൾ കൊല്ലുകയും ചെയ്തു. ഇടിച്ച് 1000, അതുകൊണ്ടാണ് എഴുതിയത്. നമുക്ക് ഈ ട്രെയിനിൽ കയറി അങ്ങ് പോവായിരുന്നു എവിടെയെങ്കിലും. ഇതിപ്പോൾ ഭയങ്കര പാടാണ് ഈ ഓട്ടോറിക്ഷ. ഇത് പഴയ ഓട്ടോറിക്ഷ. അപ്പോൾ നമുക്കെന്നാ മൈ ഗോഡ്, നമുക്ക് ഈ റാമ്പ് ടെസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് പൈസ കിട്ടുമായിരിക്കും. കാരണം റാമ്പ് ടെസ്റ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. റാമ്പ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നല്ല പൈസ കിട്ടും. ഓക്കെ, കയറിക്കോ. റാമ്പ് ടെസ്റ്റ് പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്താലും ഒന്നും കൂടി നോക്കണം കേട്ടോ. ഓട്ടോയ്ക്ക് ഇതുവരെ വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. ഓക്കെ, നമുക്കൊന്നും കൂടി കയറ്റണം. ഒന്നും കൂടി എന്തായാലും കയറ്റിയേ പറ്റൂ. കാരണം അറിയാലോ, നമുക്ക് പൈസ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. നാളേക്കുള്ളിൽ തന്നെ ഫൈൻ അടച്ചില്ലെങ്കിൽ നമ്മുടെ ഫുൾ സംഭവം, നമ്മുടെ ഓട്ടോ ഒക്കെ അവരെടുത്തോണ്ട് പോവും. അതുകൊണ്ട് നമുക്ക് ഒന്ന് ഓടിക്കാം. ഞാൻ ഒന്ന് കെയർഫുള്ളി ഓടിക്കട്ടെ കേട്ടോ. ഓക്കെ, കയറിക്കോ. യെസ്. മൈ ഗോഡ്, പറ്റിയില്ല. ഇതും കൂടി നോക്കട്ടെ ഞാൻ. എനിക്ക് എന്തായാലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്താണെങ്കിൽ ഇത് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയാണെങ്കിൽ
ഓ ഓട്ടോറിക്ഷ നിൽക്കുന്നില്ല, ഓട്ടോറിക്ഷ നിൽക്കുന്നില്ല. ഓ മൈ ഗോഡ്, ഇത് എങ്ങോട്ടാണ്? ഓ നോ, ഓ നോ, തീർന്നു. നമ്മുടെ ഓട്ടോറിക്ഷ ഇപ്പം തീർന്ന്. ഓ നമുക്കൊന്ന് പോയി പെട്രോൾ അടിക്കാം കേട്ടോ, കാരണം നമ്മുടെ ഓട്ടോറിക്ഷയ്ക്ക് പെട്രോൾ ഇല്ല. എന്നിട്ട് നമുക്ക് ആരെങ്കിലും ഓട്ടത്തിന് കയറ്റാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ആരും ഇല്ലേ? അയ്യോ, ഇവിടെ പെട്രോൾ അടിക്കുന്ന ആളില്ലെങ്കിൽ ഞാൻ തന്നെ പെട്രോൾ അടിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഓ മൈ ഗോഡ്, നമ്മുടെ കാര്യം ഫുള്ള് ഇപ്പോൾ കട്ടപ്പുകയാണ്. നമ്മുടെ പൈസയും ഇല്ല. നമ്മളിപ്പോൾ കുറേ ഫൈനും തന്നിപ്പോൾ നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ വരെ ഒന്ന് പോയിട്ട് ആ പോലീസുകാരൻ്റെ അടുത്ത് സംസാരിക്കാം. ആ പോലീസുകാരൻ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയെങ്കിലും ആ പോലീസുകാരൻ വേറൊരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ തന്നെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോയി. അതുകൊണ്ട് നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാം ഫ്രണ്ട്സ്. ഈ ഓട്ടോയ്ക്ക് ഒരു ബ്രേക്കും ഇല്ല, ഒരു സംഭവം ഇല്ലതാ, എല്ലാം ഇടിച്ച് പൊളിച്ച്. ഓ ദാ ഇതെന്തുവാടേ? ഈ ഓട്ടോ നമുക്കൊന്ന് റിപ്പയറിങ് ഷോപ്പ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കണം. ഇവിടെ എനിക്കിപ്പോൾ ഞാൻ ഈ നാട്ടിൽ ഇപ്പോൾ ആദ്യമായിട്ട് കുറച്ചാൾ 1 വർഷം പോലും ആയില്ല ഈ നാട്ടിൽ വന്നിട്ട്, ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് പീരിയഡ് ലോകത്ത് വന്നിട്ട്. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വണ്ടി ഇടണം. വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടെ, ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ. ഓ നമ്മുടെ ഓട്ടോറിക്ഷയുടെ ഒരു കോലം നോക്കി, നമുക്ക് കസ്റ്റമൈസിങ് ഷോപ്പിൽ കൊണ്ടുപോകണം ഒന്ന്. ഓ ഇടിച്ച് പൊളിച്ചല്ലോ ഈ ഓട്ടോറിക്ഷ ഫുള്ള്, ഒട്ടും കൺട്രോൾ കിട്ടുന്നില്ല. ഓ മൈ ഗോഡ്, ഓ ഇതെന്താണ് പോകുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഇടിക്കുവാണ്. പോലീസ് സ്റ്റേഷനിൽ കയറ്റട്ടെ ഞാനൊന്ന് ഫ്രണ്ട്സ്. അപ്പോൾ ഫൈനലി നമ്മളൊന്ന് പോലീസ് സ്റ്റേഷൻ. അയ്യോ താങ്കൾ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ ഇടിച്ചത്? സോറി സാർ, അറിയാതെ ഇടിച്ചതാണ് സാർ. ഓഫീസേഴ്സ് ഇവിടെ ഉണ്ടോ? ഇല്ല, അവർ ട്രെയിനിങ്ങിന് പോയേക്കോ. ഞങ്ങൾ 2 പേരുമാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ളത്. എന്താ വേണ്ടേ സാർ? നിങ്ങളല്ലായിരുന്നു എനിക്ക് മറ്റേ ഫയലിങ് എന്തോ കേസൊക്കെ എഴുതിയത് സാർ. അതെ ഞാനോ എഴുതി? എന്തോ സാർ? എന്തിനാണ് സാർ? ഫൈനൊന്നും അടയ്ക്കാൻ എൻ്റെ കാശില്ല സാർ. ഈ ഓട്ടോറിക്ഷ ഓടിച്ചാലും ആരും കയറുന്നില്ല സാർ. നിങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടോ സാർ? എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് സാർ, പക്ഷെ ആരും കയറുന്നില്ല സാർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കുഴപ്പം. ശരി, ഞാൻ നോക്കട്ടെ. നിങ്ങൾക്കിപ്പോൾ ടോട്ടലി വന്നിരിക്കുന്ന ഫൈൻ എന്ന് പറഞ്ഞാൽ 50,000. കാരണം നിങ്ങൾ കുറേ പേരെ ഇടിച്ച് കൊല്ലുകയും ചെയ്തു, കുറേ ആൾക്കാരുടെ കാറും ഡാമേജ് ആക്കി. 50,000 സാർ? ഞാൻ മാത്രം പറയില്ല സാർ, എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഞാൻ ഒന്ന് അക്കൗണ്ടിൽ നോക്കി. ഓ മൈ ഗോഡ്, നമ്മുടെ കയ്യിലിപ്പോൾ 100 രൂപ സാർ. എൻ്റെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ സാർ. ഞാൻ പിന്നെ എങ്ങനെ നിങ്ങൾ പറഞ്ഞ് കാശ് അടയ്ക്കാനാ സാർ? നിങ്ങൾ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസെടുത്ത് നിങ്ങൾ ജയിലിൽ പോകുന്നതാണ് സാർ. എന്താണ് സാർ ഇങ്ങനെ? നിങ്ങൾ ഓൾറെഡി ജയിലിൽ പോയിട്ടുള്ള ആളല്ലേ? യെസ് സാർ. നിങ്ങൾക്കിവിടെ ഒന്നും നടക്കത്തില്ല. നിങ്ങൾക്ക് ഞാനെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം തരാം. 3 ദിവസമൊന്നുമില്ല, 2 ദിവസം തരാം. അതിനുള്ളിൽ പൈസ അടച്ചില്ലെങ്കിലാ സാർ. ഇതെന്താണ്? നമ്മളിപ്പോൾ 2 ദിവസം കൊണ്ട് പൈസ അടയ്ക്കണമല്ലോ. ഇതിപ്പോൾ ഇച്ചിരി വലിയ ടാസ്ക്കാണ്. ഓ ഇയാളെ തള്ളി നീക്കാൻ പറ്റും. അത് ശരി, ഇയാളെ തള്ളി നീക്കി. അയ്യോ, നമ്മുടെ ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് മാറ്റിയിടാം. ഇതൊരു ഗ്ലിച്ചാണ് കേട്ടോ, നോക്കട്ടെ. ഒട്ടുമില്ല, ബ്രേക്കൊന്നും ഇല്ലാത്തൊരു പഴയ ഓട്ടോറിക്ഷയാണ് ഫ്രണ്ട്സ്. നമുക്ക് ഈ പോലീസ് ഇങ്ങനെ തള്ളി നീക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഒന്ന് വെയിറ്റ്, കോൺസെൻട്രേഷന് ചെയ്യണം. ഇല്ല, ഞാൻ സൈക്കിൾ വെച്ചിട്ട് നോക്കട്ടെ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ സൈക്കിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓ ദാ പോലീസുകാരൻ അങ്ങോട്ട് പോയി. ഓക്കെ, ഫൈനലി നമ്മളപ്പോൾ ഒരു പോലീസുകാരനെ ദൂരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി വേറൊരു പോലീസുകാരനെയും കൂടി കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ വീട് വരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയെന്നെങ്കിൽ കൊള്ളാം. ഇങ്ങനെ ചവിട്ടി. ഓക്കെ, പതുക്കെ. ഇത് തന്നെ കിടന്ന് തിരിയുന്നിപ്പോൾ. ഓക്കെ. ഓനോ ഇതിപ്പോൾ മറ്റേ ആളുടെ സ്ഥാനത്തിലോട്ട് നമ്മളാക്കി. ഓക്കെ. അയാൾ അപ്പുറത്ത് പോയി ഫ്രണ്ട്സ്. ഓക്കെ, നമ്മളപ്പോൾ പോലീസുകാരനെ അപ്പുറത്ത് കൊണ്ടുപോയി. നോക്കട്ടെ. യെസ്. അയാൾ അങ്ങ് അപ്പുറത്ത് പോയി നിൽക്കുന്നത്. ഇതാ കിടക്കുന്നു. ചത്ത് ഇല്ല, ഭാഗ്യം ചത്തില്ല.
ഓ ഇതെന്താടേ ഫുള്ള് ഗ്ലിച്ചാണല്ലോ. ഓ ഇയാളിപ്പോൾ ഇവിടാണ്. ഹായ്. ഓ ഇനിയും തള്ളി നീക്കാം. അപ്പോൾ നമുക്കൊരു പോലീസുകാരനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറച്ച് ഗണ്ണില്ലേ നോക്കട്ടെ. ഓ നമ്മുടെ കയ്യിൽ ഒട്ടും ഉണ്ടായില്ല, നമ്മുടെ ഗൺ മാത്രമേ ഉള്ളൂ. ഇടിക്കാൻ പറ്റത്തില്ല സാർ. അപ്പോൾ എൻ്റെ മറ്റേ ഇതിൻ്റെ കാര്യമോ? തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല, നീ എങ്ങനെയെങ്കിലും പൈസ അടച്ചോണം. ഓക്കെ സാർ, ഇതിപ്പോൾ 2 ദിവസമേ ഉള്ളൂ. ഓ ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ സാറിൻ്റെ അകത്തൊന്ന് സംസാരിച്ചിരിക്കട്ടെ. ഫ്രണ്ട്സ്, സംസാരിച്ച് എത്ര വന്നിട്ട് ഈ പോലീസുകാരൻ കേൾക്കുന്നില്ല. രാത്രിയായി സംസാരിച്ച് ഇനി വയ്യ എനിക്ക്. അതുകൊണ്ട് ഞാൻ എന്താ മറ്റേ പോലീസുകാരനെയും കൂടി ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, ചത്തോ? ഭാഗ്യം ചത്തില്ല. ഓക്കെ, ഇതിൽ നമ്മുടെ ഓട്ടോറിക്ഷയുടെ എല്ലാം കാറിൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പോലീസുകാരെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റും. ഓ ഇതിൽ പോലീസുകാരുടെ ചീറ്റ് കോഡ്സ് ഇല്ലേ ഈ ഗെയിമിൽ? അതാണത് മെയിൻ പ്രശ്നം. വെയിറ്റ് ഞാൻ ഈ പോലീസുകാരനും കൂടി ഇതിനെ പുറത്തിടാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ അടുത്തത് ചോദിക്കാം. ഓ മൈ ഗോഡ്, ഈ പോലീസുകാരൻ ഡെഡായി. നമ്മുടെ കയ്യിൽ ഇത് ഗണ്ണിൽ കുറച്ച് ഉണ്ടയുണ്ട്. ഉണ്ട തീർന്നു. അപ്പോൾ ഈ പോലീസുകാരൻ ഡെഡായല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇന്നൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ ഫ്രണ്ട്സ്. ഇപ്പം രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മുടെ പ്ലാനെന്ന് പറഞ്ഞാൽ എന്തോ ഇപ്പം നമുക്ക് കുറച്ച് പൈസയൊക്കെ വേണം. അതിനിപ്പോൾ നന്നായിട്ട് എഫേർട്ടും ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓട്ടോറിക്ഷ വല്ലാത്ത പഴയ ഓട്ടോറിക്ഷ ആയതുകൊണ്ട് വലിയ പവറൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ്. ഓക്കെ, ഇവിടെ ഒരു പോലീസുകാരനുണ്ടായിരുന്നില്ല. പോലീസുകാരൻ എവിടെയാണ്? ഓ ആ പോലീസുകാരൻ അപ്പുറത്താണോ? അല്ല, ആ പോലീസുകാരൻ ഇപ്പുറത്താണ്. എവിടെയാണ് ആ പോലീസുകാരൻ? ഇന്നലെ നമ്മൾ പുറത്ത് ആക്കിയൊരു പോലീസുകാരനില്ലായിരുന്നോ? ഓ ആ പോലീസുകാരൻ അവിടെ പോയി. അറിയത്തില്ല. അവർ രണ്ടുപേരും ഇന്നിട്ട് ഇവിടെ വന്നേ. നമ്മൾ ഒരാളെ ഇത് ചെയ്തില്ലായിരുന്നോ? കൊന്നില്ലായിരുന്നോ? ഓ അതാ ഇതും പോലെ ഫുള്ള് ഗ്ലിച്ചാണ് ഈ ഗെയിം. അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. വെയിറ്റ്, ഇത് ഇച്ചിരി പാടാണ്. വെയിറ്റ്, നമുക്കൊരു കാര്യം ചെയ്താലോ എന്നാ. നമ്മൾക്ക് കുറച്ചുണ്ടായിരുന്നു. നമ്മൾ അവരെ ഇതായത് കൊന്നു. അത്രേ ഉള്ളൂ കാര്യം. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വണ്ടി ഒന്ന് കൊണ്ട് കസ്റ്റമൈസിങ്ങിന് ഇട്ടിട്ട് ഒന്ന് ഇത് ചെയ്തെടുക്കാം. ഭയങ്കര പാടല്ലേ ഇതിപ്പോൾ. ഈ ഓട്ടോയ്ക്ക് ഒട്ടും ബ്രേക്കും ഇല്ല, ബെല്ലും ബ്രേക്കും ഒന്നുമില്ല. അപ്പോൾ ഇടിക്കല്ലേ ഇടിച്ചിടിച്ച്. ഇതാണ്ടോ ഇങ്ങനെ തട്ടിന്ന് വന്നിട്ടാണ് ഈ ഓട്ടോ പോകുന്നത്. ഇതാ കണ്ട് തട്ടി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓട്ടോ. ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കുറേ നേരം ഓട്ടോ ഓടിച്ചു. പിന്നെ നമുക്ക് കുറച്ച് ഫൈനൊക്കെ വന്നായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമൊക്കെ ഇല്ല. ഇപ്പം നമ്മുടെ ഫൈനൊക്കെ നോക്കട്ടെ. ഇപ്പം നമ്മുടെ ഫൈനും പോയി. നമുക്കിപ്പോൾ കുറച്ച് കാശും കിട്ടി. ഇപ്പം നമ്മുടെ 1000 റുപ്പീസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. വീഡിയോ ആണെന്ന് എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.